വെനിസ്വേല എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ പ്രകടനം നടത്തുന്നുണ്ട് ആൾക്കാർ. വെനിസ്വേല എവിടെയാ? ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ്. തെക്കേ അമേരിക്ക. ലാറ്റിൻ അമേരിക്ക എവിടെയാ? തെക്കേ അമേരിക്ക. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എവയുള്ള രാജ്യമല്ലേ? എന്തിനാണ് നമ്മൾ ഈ കിടന്ന് ബഹളം വെക്കണേ? പറഞ്ഞോളൂ പ്രിയൻ. അപ്പൊ ഇവിടെ ബംഗ്ലാദേശില് ഹിന്ദുക്കളെ ഒരു ഹിന്ദു പെൺകുട്ടിയെ കെട്ടിത്തൂക്ക് പച്ചക്ക് പറയല്ലേ ഞാൻ ആ വീഡിയോ കണ്ടതാണ്. സഹിക്കാൻ പറ്റില്ല, നീല ഉടുപ്പിട്ടിട്ട് പച്ചക്കിടന്ന് പെടക്കാണ് ആ പെൺകുട്ടി. ഒരമ്മയ്ക്ക് ഒരു പെറ്റ വയറിന് സഹിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനോ, ഒരു സഹോദരി എന്നുള്ള നിലയിൽ പ്രിയനോ, അല്ലെങ്കിൽ നമ്മളുടെ അർജുന അവിടെ ഇരിക്കേണ്ട ഒരു മനുഷ്യനോ, ഏത് മതമായിക്കോട്ടെ പ്രിയൻ, ഏത് മതമായിക്കോട്ടെ, ഒരു പുരുഷനെയോ സ്ത്രീയോ ഇങ്ങനെ കൊല്ലുന്നത് പച്ചയ്ക്ക് കിടന്ന് പെടക്കാണ് ആ കുട്ടി. വീഡിയോ വന്നിരുന്നു അല്ലേ പ്രിയൻ? അതായിരിക്കും പറയുന്നത്. അത് അങ്ങനെ ഹിന്ദുക്കളെയാണ് കെട്ടിത്തൂക്കി കൊല്ലുന്നത്. അതിനെ പറ്റിയിട്ട് ഒരു പ്രകടനമില്ല, ഒരു മെഴുകുതിരി കത്തിക്കുന്നില്ല, ഒന്നുമില്ല. പക്ഷേ വെനിസ്വേലയിൽ ഏതോ ഒരു സ്വേച്ഛാധിപതിയെ അമേരിക്ക പിടിച്ചുകൊണ്ട് പോയതിന് വലിയ പ്രശ്നമാണ്. അയാൾ അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് നടത്തുന്ന ആളായിരുന്നു എന്നാണ് പറയുന്നത്. സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരെ മൊത്തം ഇറാഖിൽ കൊന്ന ആളാണ്. അയാളും മരിച്ചപ്പോൾ അയാളെ കൊണ്ടുപോയി കെട്ടിത്തൂക്കി കൊന്നപ്പോൾ ആ സമയത്ത് ഞാൻ ദുബായിലായിരുന്നു. ആദ്യമായിട്ട് ദുബായി പോവുകയാണ്. ഒരു ബിസിനസ് ആവശ്യം, ഹസ്ബൻഡൊക്കെ ഉണ്ട്, ഹസ്ബൻഡിൻ്റെ ബിസിനസ് ആവശ്യത്തിന്. അപ്പോഴാണ് ഇവിടെ സദ്ദാം ഹുസൈനെ തൂക്കി കൊന്നിട്ടേക്കാണ് അദ്ദേഹം പരസ്യമായിട്ട്. ഞാൻ എൻ്റെ ഇവിടെയുള്ള ഓഫീസിൽ സ്റ്റാഫിനെ വിളിച്ച ഒരു കാര്യം ചെയ്യാം, ആരെന്താ പറയണത്, എറണാകുളം എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സിറ്റി ബാങ്ക് കത്തിക്കുന്നു, അമേരിക്കൻ ബാങ്ക് കത്തിക്കുന്നു. ഞാൻ ബൈക്കിൽ, ജമാൽ എന്നാണ് ആ പുള്ളിയുടെ പേര്, ഞാൻ ബൈക്കിൽ പുറത്തിറങ്ങിയത് എന്നെ ഓടിച്ച് തിരിച്ച് കയറ്റി കമ്മ്യൂണിസ്റ്റുകാർക്ക്, നിന്നെയും കൂടെ ഞങ്ങൾ തൂക്കി നിർത്തുന്നെന്നും പറഞ്ഞിട്ട്. പുറത്തിറങ്ങാൻ പറ്റില്ല മാഡം, ഇവിടെ ഭയങ്കര കലാപമായിട്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു, ദൈവമേ ഞങ്ങൾ ആദ്യമായിട്ട് ദുബായി പോകണു, ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ, ഇനി എങ്ങനെ തിരിച്ച് ഇന്ത്യയിലേക്ക് വരും? ഇതുപോലെ എറണാകുളത്ത് ഇത്രയും പ്രശ്നമാണെങ്കിൽ അവിടെ എന്താ ഈ സദ്ദാം ഹുസൈൻ കൊച്ചിയിൽ നിന്ന് കേട്ടിട്ടേ ഉണ്ടാവില്ല, കേരളം നിന്ന് കേട്ടിട്ടേ ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾ വിളിച്ചു, ഞങ്ങളുടെ ഫ്രണ്ടിനെ വിളിച്ചു. അദ്ദേഹം എന്ത് സദ്ദാം ഹുസൈൻ അവിടെ കൊന്നതിന് ഇവിടെ എന്താ? നിങ്ങളെ സമയത്തിന് കറക്റ്റ് സമയത്ത് അപ്പോയിൻമെൻറ്റിന് വരണം, അല്ലെങ്കിൽ പ്രശ്നമാകും കേട്ടോ. അവിടെ കത്തുന്നുണ്ടെങ്കിൽ കൊച്ചിയല്ലേ കത്തണേ, ഇവിടെയെങ്കിലും കത്തുന്നില്ല. ഇതാണ് ലോക മനസ്സെന്ന് പറയുന്നത്. എവിടെ എന്ത് നടന്നാലും നമ്മൾ കേരളീയർക്ക്, പ്രബുദ്ധരായ കേരളീയർക്ക് ഭയങ്കര പ്രശ്നമാണ്. അതേസമയം ഏറ്റവും ആവശ്യപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ബോധപൂർവം ഗാന്ധാരി ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, ഭർത്താവിന് കണ്ണ് കാണണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണാവണമായിരുന്നു ഭാര്യ എന്ന നിലയിൽ. അതുകൊണ്ടാണ് 100 കുട്ടികളും വഴിപിഴച്ചു പോയത്. നമ്മൾ ഉടനെ കണ്ണിലങ്ങോട്ട് കെട്ടും. ലോകത്ത് വേറെ എവിടെ എന്ത് അനീതി മറ്റ് മതവിഭാഗങ്ങൾക്കെതിരെ നടക്കുകയാണെങ്കിലും നമ്മൾ ആ ഗാന്ധാരിയാകും. ഒരു രാജ്യം തകരാൻ കാരണം സ്വന്തം 100 മക്കളും കൺമുമ്പിൽ മരിക്കുന്നത്, കൺമുമ്പിൽ കാണാൻ പറ്റില്ല, അവർ കെട്ടിയിട്ടേക്കാണ്. അപ്പോൾ അന്ന് കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ഇതാണ് ചെയ്തത്. ഭർത്താവിന് കണ്ണ് കണ്ടുകൂടെങ്കിൽ ഭാര്യയല്ലേ കണ്ണാവണ്ടേ? ഭർത്താവിനെ കൈപിടിച്ച് നടത്തേണ്ടത് ഭാര്യ ധർമ്മത്തിൽപ്പെടുന്നതല്ലേ? രണ്ടുപേരും ആരുടെയെങ്കിലും കൈപിടിച്ച് നടക്കുന്നതിൽ കാര്യമില്ലല്ലോ. അതുപോലെ ഈ വെനിസ്വേലയിലേ നടക്കുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അടുത്തത് ഞാൻ മെക്സിക്കോ ആണ്, കാരണം ഡ്രഗ്സ് കയറി വരികയാണ്. പ്രിയനറിയാമോ, ചെങ്ങന്നൂർ ഒരു ബൈ ഇലക്ഷൻ വന്നു, നമ്മളുടെ ശ്രീധരപിള്ള സാറ് മത്സരിച്ച്. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ കുറേ നാൾ പോയി പ്രവർത്തിച്ചു. ഒരു വീട്ടിൽ കയറിയപ്പോൾ ചെഗുവേര, ക്യൂബൻ, അദ്ദേഹത്തിൻ്റെ പടം മാലയൊക്കെ ഇട്ടിങ്ങനെ വെച്ചിരിക്കണു. അപ്പോൾ ഒരു അമ്മയുണ്ട് അവിടെ. ഞാൻ വെച്ചത് ആരും അമ്മ, എനിക്കറിയാം ചെഗുവേരയാണെന്ന്. അവിടെ മാലയൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് സാധാരണ മരിച്ച ആൾക്കാരുടെ പടത്തിൽ നമ്മൾ വീട്ടിൽ മാല ഇട്ട് വയ്ക്കും. അയ്യോ എൻ്റെ മോൻ വലിയ DYFIക്കാരനാണ്, അവൻ കൊണ്ട് വച്ചിരിക്കുന്നതാണിത്, അവരുടെ വലിയ നേതാവാണ്, ഏതോ ഒരു രാജ്യത്തെ വലിയ സർവാധിപതിയാണ്, അവിടെ മുഴുവൻ സ്വർഗമാണ് ആ രാജ്യം എന്ന് പറയുന്നത്. ഞാൻ മനസ്സ് വെച്ച്, ഈ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായ ആളെക്കുറിച്ച് മകൻ പറഞ്ഞു കൊടുത്തേക്കുന്നത് ആ രാജ്യം എന്ന് പറയുന്നത് ലോകത്തിലെ സ്വർഗമാണ്. നമ്മുടെ പണ്ട് ശ്രീനിവാസൻജി പണ്ട് പറഞ്ഞ ക്യൂബയെ കുറിച്ചൊന്നും പറയരുത് എന്ന് പറഞ്ഞ പോലെ, പോളണ്ടിനെ കുറിച്ചൊന്നും പറയരുത്. നമ്മളറിയുന്നില്ലല്ലോ. നമ്മൾ അമ്മയ്ക്ക് ആരാണിതെന്ന് അറിയാമോ? ഇല്ല മോളെ, ദൈവമാണ്, ആ രാജ്യം സ്വർഗമാണ്, അതാ മോൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഏറ്റവും കയറി വരുമ്പോൾ തന്നെ കാണുന്ന പോലെ വെച്ചിരിക്കുന്നത്. നമ്മൾ ഇങ്ങേരെ മയക്കുമരുന്നിൻ്റെയും കള്ളക്കടത്തിൻ്റെയും ഒക്കെ, മയക്കുമരുന്ന് കള്ളക്കടത്തിൻ്റെയൊക്കെ ഒരു വലിയ ഒരു കിങ് മേക്കർ എന്ന് പറയാം. ആ രാജ്യത്ത് ദാരിദ്ര്യമാണ്, ഒന്നുമില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്നുള്ളൊരിതിലാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഞാൻ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി കേട്ടോ. അങ്ങനെയൊക്കെയാണ്, സത്യമാണ്. ഞാനിതിനെ കള്ളം പറയുന്നത് ഏതോ ഒരു ഫോറിനറെ കുറിച്ച്, ഇന്ത്യക്കാരെ കുറിച്ചൊന്നുമല്ലല്ലോ പറയണേ. എന്നാൽ അവൻ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മച്ചി അതെടുത്ത് താഴെ അങ്ങോട്ടേക്ക് വെച്ചു.
ആൾക്കാർക്ക് അറിയില്ല എന്താണ് ലോകത്ത് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ വെനിസ്വല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുന്ന വെനിസ്വലയിൽ നിന്നുള്ള സ്ത്രീകളായിരുന്നു ഒരിടയ്ക്ക് എന്താണ് മിസ് യൂണിവേഴ്സ്, മിസ് വേൾഡ് പദങ്ങളൊക്കെ കിട്ടി സുന്ദരികളായ സ്ത്രീകളാണ്. അങ്ങനെയായിരുന്നു നമ്മളുടെ പലരുടെയും മനസ്സിൽ വെനിസ്വല എന്ന് കേൾക്കുമ്പോൾ വരുന്നത്. ഒരു രാജ്യത്തെ കയറി ചുമ്മാ ആക്രമിച്ച് അവരുടെ പ്രസിഡന്റിനെയും ഭാര്യയും ബന്ദികളാക്കി കൊണ്ടുപോകുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ എന്തുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നു? ഈ അവസ്ഥ എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ. ഒരു പ്ലെയിൻ വന്ന് ലാൻഡ് ചെയ്താൽ പോരെ, അവിടുന്ന് കുറേ പേര് ടോട്ടോ ടോട്ടോ എന്നും പറഞ്ഞ് ചാടി ഇറങ്ങിയാൽ പോരെ, ഏത് രാജ്യത്തും ഉണ്ടാവാമല്ലോ. അദ്ദേഹം പറഞ്ഞു ഇതാണ് ഇനിയിപ്പോൾ മെക്സിക്കോനെ കാത്തിരിക്കുന്നത്, ഇതാണ് ഇനി അടുത്ത രാജ്യത്തെ കാത്തിരിക്കുന്നത്. നമ്മൾ എന്തിന് ഇങ്ങനെ ഇരിക്കണം? നമുക്കും ജീവിക്കണ്ടേ? അമേരിക്ക എന്താ ലോക പോലീസോ? അമേരിക്കയ്ക്ക് ഈ അധികാരം ആര് കൊടുത്തു? എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ലോകത്തെ മുഴുവൻ കടലിലാക്കിയിട്ടേ പോവുള്ളൂ. അങ്ങനെ ഓരോ കലികാലമല്ലേ ലോകത്ത്, അല്ലേ? അങ്ങനെ ഓരോ അവതാര പുരുഷന്മാർ പോലെ ലോകത്തെ നശിപ്പിക്കുവാൻ വേണ്ടി പിറവിയെടുത്ത ഒരു അവതാര പുരുഷനായി തന്നെ നമുക്ക് ഇദ്ദേഹത്തെ കാണേണ്ടി വരും. ഇവിടെ കേരളത്തിൽ എല്ലാത്തിനും ഇടെ പാലസ്തീനു വേണ്ടി നമ്മൾ കലാപം നടത്തുന്നു. നമ്മൾ ഓരോ രാജ്യങ്ങളിലും ഇറാഖിന് വേണ്ടി രാജ്യങ്ങൾ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. അവർക്കൊന്നും അറിയില്ല കേരളം എവിടെയാന്ന്. അമേരിക്കയിൽ പഠിച്ച വ്യക്തിയാണ് പ്രിയ ഞാൻ. അവർക്ക് അറിയില്ല ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നതെന്ന്. വാട്ട് ദേ സീ. പക്ഷേ നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നുണ്ട്, ഉയ്ഗുർ മുസ്ലിങ്ങൾ ചൈനയിൽ കൊല്ലപ്പെടുന്നുണ്ട്. അവരെ പറ്റി അല്ല, ചൈനയിൽ മുസ്ലിംസിനെ മുഴുവൻ കൊന്നടിക്കുകയല്ലോ. എല്ലാ സ്ഥലങ്ങളിലും പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മളുടെ രാജ്യത്ത് ഇതൊന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, വ്യക്തി സ്വാതന്ത്ര്യം എന്ന പേരിൽ നമ്മൾ ധാരാളം ലിവറേജ് കൊടുക്കുന്നുണ്ട്. എന്ത് വേണമെങ്കിലും ആർക്കും പറയാം. ഈ ബംഗ്ലാദേശിലേക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ CAA പ്രകാരം ഇവർക്കൊക്കെ ഇങ്ങോട്ടേക്ക് വന്നൂടെ എന്ന് പ്രിയ ഇങ്ങനെ ഓരോ വീഡിയോകളും ഓരോ ഹിന്ദുക്കളെ കൊല്ലുന്നു, അത് ഇതൊക്കെ ജീവനോടെ കത്തിക്കുകയാണ്. സ്ത്രീകളെ കൂട്ടബലാത്സംഗമാണ് ചെയ്യുന്നത്. എൻ്റെ പ്രിയ ഒന്ന് ഇതാക്കല്ലേ, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് പ്രതികരിക്കാനായിട്ട് തോന്നും. അപ്പം തോന്നുന്നില്ല, അല്ലാണ്ട് ഞാൻ ധാർമ്മിക രോഷം കൊള്ളും. അപ്പം ഇവർക്ക് വരാൻ പറ്റാത്ത നമ്മൾ അന്വേഷിച്ചു എന്തുകൊണ്ട് അവർക്ക് ഇന്ത്യയിലേക്ക് വന്നുകൂടാ. കാരണം CAA പ്രകാരം നമ്മുടെ അയൽ രാജ്യങ്ങളിലുള്ള ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ നമ്മൾ പൗരത്വം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മുസ്ലിം രാജ്യങ്ങളാണല്ലോ, ബംഗ്ലാദേശ് ആവട്ടെ, അഫ്ഗാനിസ്ഥാൻ ആവട്ടെ, പാകിസ്ഥാൻ ആവട്ടെ, അവിടെയുള്ള ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യൻസ്, ഹിന്ദുസ്, ജെയിൻസ്, ബുദ്ധിസ്റ്റ്, പാർസീസിനൊക്കെ വരാം. ഇവരെന്തുകൊണ്ട് വരുന്നില്ല എന്ന് പ്രിയൻ ആലോചിച്ചിട്ടുണ്ടോ? അനങ്ങാൻ സമ്മതിക്കില്ല. അവരെ വെച്ച് വിലപേശുക, അവരെ വെച്ച് നമ്മളുടെ മനസ്സിനെ, ഇവിടെ ഇരിക്കുന്ന ഹിന്ദു രാജ്യത്തിരിക്കുന്ന ഹിന്ദുക്കളുടെ മനസ്സ് തപിക്കുകയാണ് പ്രിയൻ. ശരിയല്ലേ? നിങ്ങൾ ആ കുട്ടിയെ കണ്ടിട്ടുണ്ടോ? ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുണ്ടോ? പക്ഷെ നമ്മൾ എന്തുമാത്രം ഇമോഷണലാകുന്നു. ഹിന്ദു എന്നുള്ളതല്ല, ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കൊല ചെയ്യുമ്പോൾ ചുറ്റും കൂടി നിന്ന് രസിക്കുന്ന ആ നരഭോജികളെ കുറിച്ച് ആലോചിച്ചിട്ട് അവരെ അനങ്ങാൻ സമ്മതിക്കില്ല. ബിക്കോസ് അവരെ ബന്ദികളാക്കി വെച്ച് അവരെ വച്ചിട്ട് നമ്മളുടെ മനസ്സിനെ അവർ ഇമോഷണൽ ടെർമോയിലാക്കുകയാണ്. എന്തെങ്കിലും കാര്യം നമുക്കൊക്കെ സഹികെടുമ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് അങ്ങോട്ടേക്ക് ആക്രമിക്കും എന്നുള്ളൊരു ധാരണയായിരിക്കാം അവർക്ക്. പക്ഷേ മോഡിജി ചില്ലറ ആളല്ല, നമ്മുടെ അജിത് ഡോവൽ ചില്ലറ ആളല്ല, ജയശങ്കർ എന്ന് പറയുന്ന നമ്മുടെ വിദേശകാര്യമന്ത്രി, അല്ലെങ്കിൽ നമ്മളുടെ അമിത്ഷാജി, അവരാരും തന്നെ ഇങ്ങനെയുള്ള ട്രാപ്പുകൾ വിടില്ല. അവരെന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും പ്രിയൻ, അതുകൊണ്ടാണ് അവർ മിണ്ടാണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ പോലീസ് ഇപ്പോൾ ആരാണ്? പോലീസല്ല, എവിടെ പോലീസ്? അമേരിക്ക. ലോകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കുന്ന ഒരു കൊച്ചു കേരളം, ഈ മുക്കിക്കിടക്കുന്ന അറബിക്കടലിൽ എന്ന് വേണമെങ്കിൽ അന്തംഗമ്മികൾ എന്ന് തന്നെ പറയണം. അവരുടെയൊക്കെ മക്കളൊക്കെ പോയി. ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകനെയോ മകളെയോ ഏതെങ്കിലും SFIയുടെയോ DYFIയുടെയോ സമരത്തിൽ പങ്കെടുത്തതിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു കല്ലേറ് കൊണ്ടിട്ടുണ്ടോ? അവരൊക്കെ പഠിച്ചിരിക്കുന്നത് സ്വാശ്രയ കോളേജുകളിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമാണ്. ഇതിനൊക്കെയുള്ള പൈസ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? പിണറായി സഖാവിൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞു ജോലി ഉണ്ടായിരുന്നു. ആ ജോലി വെച്ചിട്ട് മകളെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ പറ്റുമോ? ശമ്പളം കൊണ്ട് മകനെ പഠിപ്പിക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. ഇതൊക്കെ നമ്മളുടെ പൈസയല്ലേ. ഇതൊന്നും അറിയാണ്ട് വീണ്ടും ഇവരെ അധികാരത്തിൽ കൊണ്ടുവരാൻ നമ്മൾ കാണിക്കുന്ന മനസ്സിനെ ശരിക്കും നമുക്കൊന്ന് ഡിസെക്റ്റ് ചെയ്ത് നോക്കണം. ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി നമ്മളുടെ മനസ്സുകൾ തുറന്നു നോക്കണം. എന്തുകൊണ്ട് ഈ ചതിയന്മാരെ നമ്മൾ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നു? നമ്മളുടെ കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ടോ? ഇവിടെ ഒരു ജോലിയുണ്ടോ? പ്രിയൻ അറിയാമോ, എന്നോടൊരു CATU ചേട്ടൻ പറഞ്ഞു അവർക്ക് നീല ഷർട്ടും എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ കറുത്ത പാൻ്റാക്കിയെന്ന്.
ഇനി മാഡം ഞങ്ങളിനിപ്പോൾ കറുത്ത പാൻറ് വയസ്സുകാലം ഞങ്ങൾ ഇതുവരെ മുണ്ടേ ഉടുത്തിട്ടുള്ളൂ, ചിലവരൊക്കെ കാവി മുണ്ടൊക്കെ ഉടുത്തുകൊണ്ട് വരുന്നുണ്ട്, അതുകൊണ്ട് കറുത്ത പാൻറ്റാക്കി. CITU തൊഴിലാളികൾക്കൊക്കെ ശ്രദ്ധിച്ചോ? ട്രാക്ക് പാൻറ് പോലത്തെ. അതെ, ഇങ്ങനത്തെയൊക്കെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് എല്ലാം കൊണ്ടും ജനങ്ങളെ അകറ്റി നിർത്തി ഞങ്ങൾ എന്നുള്ള ഒരു കേന്ദ്രീകൃത ശരിക്കും കമ്മ്യൂണിസ്റ്റ് സ്വഭാവത്തിലേക്ക് ഇവിടെയുള്ള സർക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ആരെന്ത് ചെയ്താലും തെറ്റ്, ഞങ്ങൾ ചെയ്യുന്നതും പറയുന്നതും ലോകം കേൾക്കണം. ഓസ്ട്രേലിയയിൽ തൂങ്ങിക്കിടന്നല്ലോ നമ്മളുടെ ശൈലജ ടീച്ചർ, നമ്പർ 1 കേരളത്തിൽ കോവിഡ് എന്നും പറഞ്ഞിട്ട്. ഓസ്ട്രേലിയയിൽ ആര് കൊണ്ടുവയ്ക്കാനാണ്? അവിടെ ഇവരുടെ PR ഏജൻസി കൊണ്ടുവന്ന് വെച്ചു. പിന്നെ അത് ഓപ്പൺ ആക്കിയപ്പോൾ മനസ്സിലായി നമ്പർ 1 ഇൻ ഡെത്ത് എന്ന്. അല്ലേ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം, ഇനി ഇതുപോലെയുള്ള കാഴ്ചകൾ, പിടഞ്ഞു മരിക്കുന്ന സഹോദരന്മാരെയും കത്തിച്ചാമ്പലാവുന്ന സഹോദരന്മാരെയും നമുക്ക് കാണാൻ ഇടവരുത്തരുതേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇങ്ങനെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രമുള്ള ഒരു ലോകത്താണ് ഇന്ന് ജീവിക്കുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും നമ്മുടെ കാര്യം ഇല്ലെങ്കിൽ നമ്മളുടെ താല്പര്യം, നമ്മളുടെ രാഷ്ട്രീയം ഇത് പറഞ്ഞെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഇന്ത്യ ലൈവിനെ പിന്തുണയ്ക്കുക, ഇന്ത്യ ലൈവിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് നൽകേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.